ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് യൂണിറ്റ് 3ലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ യൂണിറ്റ് 3യുടെ പേരെന്താണ്? ഖുൽത്തെ നസാരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുറക്കുന്ന നസാരെ എന്ന് വെച്ചാൽ കാഴ്ചകൾ എന്നാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള പിക്ചറിൽ ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കാണാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇനി വരുന്നത് എന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ജബ് ഹം ധീരെ ചൽത്തേ ഹെ എന്നുള്ളത്. ജബ് ഹം ധീരെ ചൽത്തേ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പതുക്കെ നീങ്ങുമ്പോൾ എന്നാണ്. അപ്പോൾ ഇതൊരു യാത്രാ വിവരണമാണ്. ആരാണ് എഴുതിയിട്ടുള്ളത്? എലൻ ഷോ ആണ് എഴുതിയിട്ടുള്ളത്. റൈറ്ററിനെ കുറിച്ച് നമുക്ക് ചാപ്റ്ററിന്റെ അവസാനം പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. मैं हमेशा की तरह मेट्रो में स्केचिंग करता घर लौट रहा था. ഞാൻ ഹമേഷ കി തര എപ്പോഴത്തെയും പോലെ മെട്രോ മേ സ്കെച്ചിങ് കർത്ത മെട്രോയിൽ സ്കെച്ചിങ് ചെയ്തുകൊണ്ട് പിക്ചർ വരച്ചുകൊണ്ട് ഘർ ലോട്ട് രഹാത്ത വീട്ടിലേക്ക് ലോട്ട് രഹാത്ത എന്ന് വെച്ചാൽ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തബി ഏക് ലഡ്കി പാസ് ആക്കർ മേരാ കാം ദേഖ്നെ ലഗി. തബി അപ്പോഴാണ് എന്താണ് ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ വരച്ചുകൊണ്ടിരുന്ന ചിത്രം നോക്കിയത്. ദേഖ്നെ ലഗി എന്ന് വെച്ചാൽ അപ്പോൾ നോക്കിയത് എന്നാണ്. ഉസ്ക നാം ലുവാന ഥ. ആ പെൺകുട്ടിയുടെ പേര് ലുവാന എന്നായിരുന്നു. उसे काम इतना दिलचस्प लगा कि उसने अपना विजिटिंग कार्ड मुझे दिया और मिलने का वादा किया. അപ്പോൾ ഈ ലുവാന എന്ന് പറയുന്ന ലഡ്കിക്ക് ഈ നമ്മുടെ ഓഥർ വരച്ചിട്ടുള്ള ഈ പിക്ചർ ഇത്തിന ദിൽചസ്പ് ലഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, വളരെയധികം ഇഷ്ടപ്പെട്ടു. कि उसने अपना विजिटिंग कार्ड मुझे दिया. അപ്പോൾ ഈ ലുവാന എന്ന് പറഞ്ഞ പെൺകുട്ടി എന്താണ് ചെയ്തത്? വിസിറ്റിംഗ് കാർഡ് കൊടുത്തു. അത്രയ്ക്കും ആ പിക്ചർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തൻ്റെ വിസിറ്റിംഗ് കാർഡ് അദ്ദേഹത്തിന് കൊടുത്തു. എന്നിട്ട് മിൽനേക്ക വാദാക്കിയ, എന്താണ് ഇനി മീറ്റ് ചെയ്യാം എന്നുള്ള വാദാക്കിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്കും കൊടുത്തു, പ്രോമിസ് ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെ. कुछ दिनों बाद वो अपने दोस्त മാനുവൽ के साथ मुझसे मिलने आई. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ലഡ്കി ലുവാന എന്താണ് ചെയ്തത്? ഓദറിനെ കാണാനായിട്ട്, റൈറ്ററിനെ കാണാനായിട്ട് തൻ്റെ ദോസ്തായിട്ടുള്ള തൻ്റെ ഫ്രണ്ടായിട്ടുള്ള മാനുവലിൻ്റെ ഒപ്പമാണ് വന്നത്. മാനുവൽ കെ സാത്ത് എന്ന് പറഞ്ഞാൽ മാനുവലിനോടൊപ്പം. മുദ്സെ മിൽനെയായി, എന്നെ കാണാനായിട്ട് വന്നു. ഉൻകി സംസ്ഥ കലാ തിയേത്രോ ഇറ്റലി കെ ഫ്രോലി ഇലാക്കെ മേ എക് ചൽത്ത ഫിർത്ത തിയേറ്റർ ഷുറു കർണ ചാത്തി ഥി. അപ്പം ഈ ലുവാന, ഈ പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ, കാരണം നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പേരുകളല്ല. അപ്പം അതുകൊണ്ട് ഓർത്തു വെക്കുക, ലുവാന അതുപോലെ തന്നെ മാനുവൽ. അപ്പോൾ ഇവരുടെ ഒരു കലാ തിയേത്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്തുണ്ട്, സംസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ അത് ഇറ്റലിക്ക് ഫ്രൂലി ഇലാക്കയമേ, ഇറ്റലിയിലെ ഫ്രൂലി എന്ന് പറഞ്ഞിട്ടുള്ള ഇലാക്ക എന്ന് വെച്ചാൽ പ്രദേശം, ആ പ്രദേശത്ത് एक चलता फिरता തിയേറ്റർ ഷുറു കർണ ചാത്തി ഥി. ഒരു ചൽത്ത ഫിർത്ത തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന മൂവ് ചെയ്യുന്ന ഒരു എന്ത് ചെയ്യണം, തിയേറ്റർ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഇവരുടെ ഐഡിയ. അതായത് അവര് ഒരു സ്റ്റേജിൽ നടത്തുക അങ്ങനെയല്ല, ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും, മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ഐഡിയ ആണ് ഇവരുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത്, ഈ ലുവാനയുടെയും അതുപോലെ തന്നെ മാനുവലിന്റെയും. അപ്പം ആ ഒരു ഐഡിയ റൈറ്ററിനെ കണ്ടിട്ട് വന്ന് പറയാണ്. അപ്പോൾ ഈ കലാ തിയേറ്ററിന്റെ അണ്ടറിൽ ഇതുപോലെ ഒരു എന്താണ് മൂവ് ചെയ്യുന്ന തിയേറ്റർ തുടങ്ങണമെന്നാണ് ഇവരുടെ ആഗ്രഹം. इसमें ചിത്രകാർ, സംഗീതക്കാർ, ഡാൻസർ, ഫോട്ടോഗ്രാഫർ സബ് ഹോനെ ഥേ. അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ വെറുതെ അഭിനയിക്കുന്ന ആളുകൾ മാത്രം പോരാ, ഇതിലെന്താണ് ചിത്രകാരന്മാർ വേണം, സംഗീതക്കാർ എന്ന് പറയുമ്പോൾ എന്താണ് പാട്ടുകാർ വേണം, അല്ലെങ്കിൽ മ്യൂസീഷ്യൻസ് വേണം, ഡാൻസേഴ്സ് വേണം, ഫോട്ടോഗ്രാഫേഴ്സ് വേണം, അങ്ങനെ എല്ലാവരും വേണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അതിനുശേഷം റൈറ്റർ ഈ ഗ്രൂപ്പിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാണ്. പിന്നീട് അദ്ദേഹം ജോയിൻ ചെയ്തതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. लुआना खुद इस ग्रुप की एक बेहतरीन डांसर है. उन्होंने मुझे इस यात्रा को चित्रों में दर्ज करने का न्योता दिया. मेरे पास हाँ के अलावा कोई जवाब न था. അപ്പോൾ ലുവാന ഖുദ് ഇസ് ഗ്രൂപ്പ് കി എക് ബെഹത്തരീൻ ഡാൻസർ ഹെ എന്ന് പറയുമ്പോൾ ലുവാന സ്വയം ഈ ഗ്രൂപ്പിലെ ഒരു ബെഹത്തരീൻ എന്ന് വെച്ചാൽ ശ്രേഷ്ഠയായിട്ടുള്ള ഒരു ഡാൻസറാണ്. വളരെ നന്നായിട്ട് ഡാൻസ് ചെയ്യും ലുവാന. ഉൻഹോനെ മുझे इस यात्रा को चित्रों में दर्ज करने का न्योता दिया. അപ്പോൾ
ലുവാന എന്താണ് ചെയ്തത്? മുझे इस यात्रा को, ഈ യാത്രയെ ചിത്രോ മേ ദർജ് കർനെ കാ, ചിത്രങ്ങളിൽ ആയിട്ട് വരച്ചു വെക്കാനായിട്ട്. ദർജ് കർന എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യുക, ഫയൽ ചെയ്യുക എന്നൊക്കെയാണ് സാധാരണയിൽ പറയുക. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഗ്രൂപ്പിന്റെ യാത്രകൾ, അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ചിത്രങ്ങളായിട്ട് വരച്ചു വെക്കുക എന്നുള്ളതിന് കാ ന്യോത്താദിയ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ. അതായത് ഈ ഗ്രൂപ്പിലെ ഒരു ചിത്രകാരനായിട്ട് ഇദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തു, അതാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ചിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്താണ്, ഈ ഗ്രൂപ്പിൽ ചേരാനായിട്ടും ഇവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ തന്റെ ചിത്രങ്ങളിൽ പകർത്താനായിട്ടുള്ള ന്യോത്ത, ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ് റൈറ്ററിന്. ആര്? ലുവാന. മേരെ പാസ് ഹാ കെ അലാവ കോയി ജവാബ് ന ഥാ, എന്റെ പക്കല് യെസ് എന്നുള്ളതിനപ്പുറം വേറൊരു ജവാബ് എന്ന് വെച്ചാൽ മറുപടി ഉണ്ടായിരുന്നില്ല. इस प्रोजेक्ट का मकसद സ്ലോ ട്രാവൽ का അനുഭവ് ലേനാ था. അപ്പൊ ഈ പ്രോജക്റ്റിന്റെ മക്സദ് എന്ന് വെച്ചാൽ ലക്ഷ്യം, സ്ലോ ട്രാവല് അനുഭവിക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവരാണെങ്കിൽ തിരക്ക് കൂട്ടിയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോവുകയല്ല ചെയ്യുക, പതുക്കെ പതുക്കെയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുക. मध्यकाल में लोग गधे पर सामान बांध कर एक से दूसरी जगह ले जाते थे. മധ്യകാൽ എന്ന് പറയുന്നത് മിഡീവൽ പീരീഡ്, അതായത് അത് ഹിസ്റ്ററിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും പുരാതനമായിട്ടുള്ള കാലവും അതുപോലെ ആധുനികമായിട്ടുള്ള കാലത്തിന്റെ ഇടയിലുള്ള സമയത്തിനെയാണ് മിഡിൽ ഏജ് അല്ലെങ്കിൽ മിഡീവൽ പീരിയഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ആളുകള് ഗധേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാല് കഴുതയുടെ പുറത്ത്, സാമാൻ ബാന്ധ്കർ സാധനങ്ങൾ വെച്ച് കെട്ടിയിട്ട്, ബാന്ധിനാന്ന് വെച്ചാൽ കെട്ടുക, സാമാൻ എന്ന് വെച്ചാൽ സാധനങ്ങള്, ഏക് സെ ദൂസരി ജഗ ലേ ജാത്തേ ഥേ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഹമാര റൂട്ട് ബി ഏക് ऐसा ही മധ്യകാലീൻ രാസ്ത था. അപ്പൊ ഇവരുടെ റൂട്ട് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു മിഡീവൽ ഏജിലുള്ള പോലത്തെ ഒരു വഴിയായിരുന്നു. യ അലഗ് അലഗ് ഷെഹറോ സെ ഹോക്കർ ഗുസർത്താ था. ഇതാണെന്നുണ്ടെങ്കിൽ അലഗ് അലഗ് ഷെഹറോ സെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഷെഹർ പട്ടണങ്ങളിലൂടെ, സെ ഹോക്കർ ഗുസർത്താ ഥ എന്ന് വെച്ചാൽ അതിൽ കൂടെ ഇങ്ങനെ കടന്നു പോവുക എന്നുള്ളതായിരുന്നു ഇവരുടെ യാത്രയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുക. ഗുസർന എന്ന് വെച്ചാൽ കടന്നു പോവുക എന്നാണ്. ഹമാരെ സാത്ത് ഫിയാക്കോ നാം കാ എക് ഗദാ ബി ഥ. അപ്പൊ ഇവരുടെ കൂടെ ഫിയാക്കോ എന്ന് പറയുന്ന ഒരു കഴുതയും ഉണ്ടായിരുന്നു. യാ യു കഹേ കി ഹം ഫിയാക്കോ കെ സാത്ത് ഥേ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഫിയക്കോ എന്ന് പറഞ്ഞ ഒരു കഴുത ഉണ്ടായിരുന്നു എന്നല്ല, ഫിയക്കോന്റെ കൂടെ ഞങ്ങൾ കുറച്ചു പേരുണ്ടായിരുന്നു എന്ന് പറയാം എന്നാണ് അദ്ദേഹം ഈ സെന്റൻസിൽ പറയുന്നത്. ഹം ഉസ്കെ പീछे പീछे ചൽ രഹേ ഥേ, ഞങ്ങള് ഫിയക്കോന്റെ പിന്നാലെയാണ്. പീछे പീछे എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നില്, പുറകില് ആണ് നടന്നുകൊണ്ടിരുന്നത്. ഫിയക്കോ ക മാലിക് ഏലിയ ഭി സാത്ത് ഥ, ഫിയക്കോന്റെ മാലിക് എന്ന് വെച്ചാൽ ഓണർ, ഏലിയയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഏലിയ എന്നുള്ളത് വേറൊരു പേര്, ഫിയക്കോ എന്നുള്ളത് വേറൊരു പേര്. അപ്പോൾ നിങ്ങൾ ഈ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഒരു പേരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആരെന്ത് ചെയ്തു, ഏത് ക്യാരക്ടറാന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണ്ടേ. അപ്പോൾ ഫിയക്കോന്റെ ഓണറായിട്ടുള്ള ഏലിയയും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. തയ് ഹുവാ കി ജഹാ ജഹാ ഫിയക്കോ റുക്കേഗ ഹം ബി വഹി റുക് ജായെങ്കെ. തയ് ഹുവ എന്ന് വെച്ച് കഴിഞ്ഞാല് തീരുമാനമായി, ഡിസിഷൻ എടുക്കണേനെയാണ് തയ് കർണ എന്ന് പറയുക. അപ്പൊ തയ് ഹുവ എന്ന് വെച്ചാൽ തീരുമാനിക്കപ്പെട്ടു. എന്താണ്? കി ജഹാ ജഹാ ഫിയക്കോ റുക്കേഗ, എവിടെയൊക്കെയാണോ ഫിയക്കോ നിൽക്കുന്നത്, ഹം ബി വഹി റുക് ജായെങ്കെ, നമ്മളും അവിടെ തന്നെ നിൽക്കും എന്ന് തീരുമാനമായി എന്ന് പറയാണ്. हमें कहीं पहुंचने की जल्दी नहीं थी, हम रास्ते में कहीं भी रुककर नाचने गाने बजाने लगते थे. അപ്പോ ഹമേ കഹി പഹുച്ചനെ കി ജൽദി നഹി ഥി, ഞങ്ങൾക്ക് എവിടെയും പോവേണ്ടതായിട്ടുള്ള വലിയ തിരക്കൊന്നുമില്ല. പഹുച്ചന എന്ന് വെച്ചാൽ എന്താണ്? എത്തുക, ടു റീച്ച് എന്നാണ് പഹുച്ചന. ജൽദി പെട്ടെന്ന്, അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് എവിടെ എത്തേണ്ടതായിട്ടൊന്നും ഇല്ല. ഹം രാസ്തേ മേ കഹി ബി റുക്കർ നാച്ചനെ ഗാനെ ബജാനെ ലഗ്തേ ഥേ, ഞങ്ങള് രാസ്തേ മേ കഹി ബി, റോഡില് അല്ലെങ്കിൽ വഴിയില് എവിടെയാണെങ്കിലും നിന്നിട്ട് നാച്ചനെ ഗാനെ ബജാനെ ലഗ്തേ ഥേ, പാട്ട് പാടാനും അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനും ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങുമായിരുന്നു. നാച്ന നൃത്തം ചെയ്യുക, ഗാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പാട്ട് പാടുകയെന്നും ആയിരിക്കാം. അതേപോലെ തന്നെ ബജാനെ ലഗ്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നതും ആയിരിക്കാം. ഓക്കെ, ജിസ് ഷഹർ മേ ഷാം കോ പെർഫോം കർത്തെ വഹി രാത് ഗുസാർത്തെ ഥേ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഗുസർന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടന്നു പോവുക എന്നാണെന്ന്. പക്ഷെ ഇവിടെ ഗുസാർന എന്ന് വെച്ചാൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞത് ഗുസർന, ഇത് ഗുസാർന. ഓക്കെ, അപ്പോൾ ഏത് പട്ടണത്തിലാണോ
അന്ന് പെർഫോം ചെയ്യുന്നത് അവിടെ തന്നെ രാത്രിയും സ്പെൻഡ് ചെയ്യും. അവിടെ തന്നെ രാത്രി ഇവർ സ്റ്റേ ചെയ്യാണ് ചെയ്യുക, നിൽക്കും അവിടെ തന്നെ, അവിടെ തങ്ങും. മേ ഇൻ സബ്കോ കാഗസ് പർ ഉക്കേർത്താ രഹത്ത. അപ്പൊ ഇദ്ദേഹം കാഗസ് പർ ഉക്കേർന്ന് വെച്ചാൽ വരയ്ക്കണേനെയാണ് പറയുന്നത്. ഇദ്ദേഹം ഈ പിക്ചേഴ്സ് ഒക്കെ എന്തു ചെയ്യും, തന്റെ ആ ക്യാൻവാസിൽ അല്ലെങ്കിൽ തന്റെ ആ കയ്യിലുള്ള പേപ്പറിൽ ഇതെല്ലാം വരച്ചു വെക്കും. ഇപ്പൊ ഇവിടെ നോക്കൂ, താഴെ അതേ ഫിയക്കോന്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു യാത്രാ വിവരണത്തിൽ പറയുന്ന കാര്യങ്ങളുടെ തൊട്ട് താഴെയായിട്ട് തന്നെ കുറെ പിക്ടോറിയൽ റെപ്രസെന്റേഷൻസ് ഉണ്ട്, അതായത് ഈ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ. शुरुआत नदी से दुआ मांगने से हुई, കാത്രീന ने एक सुंदर गाना गाया. അപ്പോ ഷുറുവാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുടക്കം, നദി സെ ദുആ മാംഗ്നെ സെ ഹുയി, നദിയോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്നാണ് തുടങ്ങിയത്. ദുആ മാംഗ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക. കാത്രീന ने एक सुंदर गाना गाया. അപ്പൊ അടുത്ത പേര് വരുന്നു കാത്രീന. കാത്രീന എന്ത് ചെയ്തു, വളരെ സുന്ദരമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് പാടി. കയ്യോ കി ആഖേ ഭീഗ് ഗയി. ആഖേ എന്ന് വെച്ചാൽ എന്താണ്, കണ്ണുകൾ. ഭീഗ് ജാന എന്ന് വെച്ചാൽ നനയുക. അതായത് കയ്യോ കി എന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ കണ്ണ് നിറഞ്ഞു. മുझे നദി സെ യു ദുആ മാംഗ്ന ബഹുത് അച്ഛാ ലഗ. അദ്ദേഹത്തിന്, റൈറ്ററിന് ഇങ്ങനെ നദിയോടൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ടു. അച്ചാനക് ഫിയക്കോ ചൽത്തെ ചൽത്തെ റുക് ഗയ. അങ്ങനെ പെട്ടെന്ന് ഫിയക്കോ നടക്കുന്ന വഴിയിൽ അങ്ങോട്ട് നിന്നു. അച്ചാനക് എന്ന് വെച്ചാൽ പെട്ടെന്ന്, ചൽത്തെ ചൽത്തെ നടന്നുകൊണ്ടിരിക്കവേ റുക് ഗയ, നിന്നു. ആകെ നദി രാസ്ത പാർ കർ രഹി ഥി. പിന്നീടുള്ള വഴിയിലൂടെ ഉണ്ടല്ലോ നദി ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പൊ അതാണ് ആകെ, മുന്നില്, നദി രാസ്ത പാർ കർ രഹി ഥി എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെയുള്ള വഴിനെ ക്രോസ് ചെയ്യുക. നദി ആ വഴി ക്രോസ് ചെയ്ത് ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. ഷായദ് ഫിയക്കോ ഉസെ പാർ നഹി കർണ ചാത്താ ഥ. അപ്പോ ഫിയക്കോയിന് ആ നദിയിലൂടെ കടന്നു പോകാനായിട്ട്, അതിനെ ക്രോസ് ചെയ്ത് പോകാനായിട്ട് താല്പര്യമില്ലായിരുന്നു എന്ന് തോന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടായിരിക്കും ഫിയക്കോ അവിടെ നിന്നത് എന്ന്. ഹം ബി റുക് ഗയെ. ഇപ്പൊ ഞങ്ങളും അവിടെ നിന്നു. കുച്ച് നെ ആറാം കിയ. കുറച്ചു പേര് ആറാം കർണാന്ന് വെച്ചാൽ റെസ്റ്റ് ചെയ്യുക, കുറച്ചു പേര് റെസ്റ്റ് എടുത്തു. കുച്ച് നെ ഫൽ ഖായെ. ഫൽ എന്ന് വെച്ചാൽ എന്താ, ഫ്രൂട്ട്സ്. അപ്പം കുറച്ചു പേര് റെസ്റ്റ് ചെയ്തു, കുറച്ചു പേര് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാനായിട്ട് തുടങ്ങി. एलिया ने ഫിയക്കോ को मनाने की बहुत कोशिश की. എലിയ ഫിയക്കോനെ മനാനാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോവാനായിട്ട് ശ്രമിച്ചു. മനാന എന്ന് പറയുമ്പോൾ പിണക്കം മാറ്റുക എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കും, അല്ലെങ്കിൽ ഒരാളെ കൺവിൻസ് ചെയ്യുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമത്തിനെയും നമ്മൾ മനാന എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ കോഷിഷ് കർണ എന്ന് വെച്ചാൽ ട്രൈ ചെയ്യുക, ശ്രമിക്കുക. അപ്പോൾ ഫിയക്കോനെ മുന്നോട്ട് നടത്താനായിട്ട് ഈ ഏലിയ ശ്രമിച്ചു. പർ വോ ടസ് സെ മസ് ന ഹുവ. ടസ് സെ മസ് ന ഹുവ എന്ന് വെച്ചാൽ അനങ്ങിയില്ല, നിൽക്കുന്ന സ്ഥലത്ത് അങ്ങനെ തന്നെ നിന്നു, ഒരു മാറ്റം ഉണ്ടായില്ല. कोई पौन घंटे बाद ക്രിസ്റ്റീന ने उसे गेहूं की बालियां दिखाई. അങ്ങനെ പോൺ ഘണ്ട എന്ന് വെച്ചാൽ ഒരു മുക്കാൽ മണിക്കൂറിന് ശേഷം ക്രിസ്റ്റീന വന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഉസേ ഗേഹു കി ബാലിയ ദിഖായി. ഗോതമ്പിന്റെ കതിര് കാണിച്ചു കൊടുത്തു ഈ ഫിയക്കോന്. ഉസേ ദേഖ്തേ ദേഖ്തേ ഫിയക്കോ സടക് പാർ കർ ഗയ. അപ്പൊ അത് കണ്ടിട്ട് ഫിയക്കോ എന്ത് ചെയ്തു, ആ റോഡ് ക്രോസ് ചെയ്ത് നടന്നുപോയി. അപ്പോൾ ഈ മേളിൽ കൊടുത്തിട്ടുള്ള പിക്ചർ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫിയക്കോനെ കാണാം. ഫിയക്കോ നിൽക്കുന്ന അവിടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുന്നതും കാണാം. അപ്പൊ ഈ വെള്ളം ഒഴുകാൻ തുടങ്ങുന്നതിന്റെ തൊട്ട് പുറകിലായിട്ട് ഫിയക്കോ ഇങ്ങനെ സ്റ്റക്കായ പോലെ നിൽക്കുമായിരുന്നു. എന്നിട്ട് ക്രിസ്റ്റീന ഈ പറയുന്ന ഗേഹു കി ബാലിയ കാണിച്ചപ്പോഴാണ്, ഗോതമ്പിന്റെ കതിര് കാണിച്ചപ്പോഴാണ് ഫിയക്കോ മുന്നോട്ട് നടന്നത്, എന്നിട്ട് റോഡ് ക്രോസ് ചെയ്തത്. പർ സഭി ഉസ്കെ സാത്ത് നഹി ചലെ. പക്ഷെ എല്ലാരും ഫിയക്കോന്റെ ഒപ്പം നടന്നില്ല. യേ ബാത്തോമേ മഷ്ഗൂൽ ഥേ. മഷ്ഗൂൽ എന്ന് വെച്ചാൽ ലയിച്ചിരിക്കുക. അവരാണെന്നുണ്ടെങ്കിലും യേ അല്ല വേണം കേട്ടോ, വേ ബാത്തോമേ മഷ്ഗൂൽ ഥേ. അവരെല്ലാരും ഈ കൂടെ എല്ലാരും വന്നില്ല, കുറച്ച് ആൾക്കാരൊക്കെ അവിടെ തന്നെ ഇരുന്നു, അവരാദ്യം ഇരുന്നിരുന്ന സ്ഥലത്ത്. എന്താന്ന് വെച്ചാൽ അവര് സംസാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോ അവരെല്ലാരും ഒന്നിച്ചാണ് ആയിരുന്നത്. മസേ മേഥേ, അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല ഫണ്ണായിട്ടായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. കാത്രീന ഉസ് പാർ ഗേഹു കെ ഖേത് മേ ജാക്കർ ഗാനെ ലഗി. അപ്പോ അതിനുശേഷം കാത്രീന എന്താണ്, ഉസ് പാർ ഗേഹു കെ ഖേത് മേ ജാക്കർ. ഉസ് പാർ എന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡിലായിട്ട്, ഓപ്പോസിറ്റ് സൈഡിലായിട്ട് എന്ത് ചെയ്തു, ഗേഹു കെ ഖേത് മേ, അതായത് ഗോതമ്പിന്റെ വയലില്, ജാക്കർ ചെന്നിട്ട് ഗാനെ ലഗി, പാട്ട് പാടാനായിട്ട് തുടങ്ങി. ഉസ്കെ ഗാനെ മേ ഇത്തിനി കശിഷ് ഥി കി സബ് ഖീച്ചെ ചലെ ആയേ.
അപ്പോൾ കാത്രീനയുടെ പാട്ടിൽ അത്രയും മാത്രം കശിഷ് എന്ന് വെച്ചാൽ ആകർഷണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സബ് ഖീച്ചെ ചലെ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ആ പാട്ട് കേൾക്കുന്ന സ്ഥലത്തേക്ക് വന്നു, ആരോ വലിച്ചു കൊണ്ടുവന്ന പോലെ. അതായത് ഈ കാത്രീനയുടെ സോങ് അത്രയും നല്ലതായതുകൊണ്ട് അതിനോട് അട്രാക്റ്റഡ് ആയിട്ട് ദൂരെ നിന്നിരുന്നവരൊക്കെ അടുത്തോട്ട് വന്നു. കുച്ച് ने खेत से बालियां उचकाई, मैंने एक हाथ में उल्टा पकड़ा पौधा देखा, उसकी जड़ ऊपर थी जो फूलों की तरह लग रही थी. അപ്പോൾ കുച്ച്നെ ഖേത് സേ ബാലിയ ഉച്കായി, കുറച്ച് ആളുകൾ വയലിൽ നിന്ന് ആ കതിരുകൾ എന്ത് ചെയ്തു, ഉച്കായി എന്ന് വെച്ചാൽ പറിച്ചെടുത്തു അല്ലെങ്കിൽ മുറിച്ചെടുത്തു എന്ന് പറയാം. മാനി ഏക് ഹാത്ത് മേ ഉൾട്ടാ പക്കട പോതാ ദേഖ, ഞാൻ എന്താണ് എൻ്റെ കയ്യിലുണ്ടല്ലോ ഒരു ഈ കതിര്, ഈ ഗോതമ്പിന്റെ ചെടി എന്ത് ചെയ്തു, തല തിരിച്ചാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഉൾട്ടാ പക്കട പോതാ ദേഖ, ഉൾട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ തല തിരിച്ച് പിടിക്കുന്നതിനാണ് പറയുന്നത്. ഉസ്കി ജഡ് ഊപ്പർ थी जो फूलों की तरह लग रही थी. അപ്പോൾ അതിന്റെ ജഡ് എന്ന് വെച്ചാൽ അതിന്റെ വേര്. നോക്കൂ, എന്റെ ഈ കേഴ്സർ മൂവ് ചെയ്യണത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഈ വേരിന്റെ ഭാഗം നോക്കുമ്പോൾ അത് അദ്ദേഹത്തിന് പൂ പോലെയാണ് തോന്നിയത് എന്നാണ് പറയുന്നത്. യഹ് ഹെ മെത്തേയോ, ആദാ ഫ്രഞ്ച് ആദാ ഇറ്റാലിയൻ. ഇനി ഇതേ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഒരു വ്യക്തിയുടെ. ഇതാണ് മെത്തേയോ. ആദാ ഫ്രഞ്ച് ആദാ ഇറ്റാലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഹാഫ് ഫ്രഞ്ചും ഹാഫ് ഇറ്റാലിയനും ആണ്. അതായത് അദ്ദേഹത്തിന്റെ ഒരു പാരന്റ് ഫ്രാൻസിൽ നിന്നും ഒരു പാരന്റ് ഇറ്റലിയിൽ നിന്നുള്ളതാണ്. മെത്തേയോ സ്ലെവേനിയ ഓർ ഇറ്റലി കെ ബോർഡർ പെർ രഹത്താ ഹെ. അപ്പൊ മെത്തേയോ എവിടെയാണ് താമസിക്കുന്നത്? സ്ലെവേനിയയുടെയും ഇറ്റലിയുടെയും ബോർഡറിലാണ് താമസിക്കുന്നത്. ഹമാരി മണ്ഡലി കാ സബ്സെ ചോട്ടാ സദസ്യ, ഇവരുടെ മണ്ഡലി, ഇവരുടെ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിലെ ഏറ്റവും ഛോട്ട, ഏറ്റവും പ്രായം കുറഞ്ഞ സദസ്യ എന്ന് വെച്ചാൽ മെമ്പർ, ആ ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഈ മെത്തേയോ ആണ്. ഹം ഉസെ ബച്ച ബച്ച ബുലാത്തെ थे, ഇവരെല്ലാരും ഈ മെത്തേയോനെ ബച്ച, കുട്ടി കുട്ടി എന്നാണ് വിളിക്കുന്നത്. पर जब वो संगीत बजाता तो जैसे समा बन जाता था. പക്ഷെ ആ മെത്തേയോ എന്ന് പറയുന്ന വ്യക്തി എന്താണ്, മ്യൂസിക് വായിക്കാനായിട്ട് തുടങ്ങുമ്പോൾ സംഗീത് ബജാത്ത തോ ജൈസെ സമ ബൻ ജാത്ത ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൊമെന്റ് അവിടെ നിന്ന് പോകുന്നത് പോലെ അത്രയും അട്രാക്റ്റീവ് ആയിട്ടാണ് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിച്ചുകൊണ്ടിരുന്നത്, എപ്പോഴും വായിക്കാറുള്ളത് എന്നാണ് പറയുന്നത്. ഈ സമ ബഞ്ചാന എന്ന് വെച്ചാൽ അതിന് കറക്റ്റ് ആയിട്ട് ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് മലയാളത്തിൽ അങ്ങനെ കൃത്യമായിട്ടൊരു വാക്കുണ്ട് എന്ന് പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, വളരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു മൊമെന്റ്, ഒരു നിമിഷം, അതിനാണ് പറയുന്നത് സമ ബഞ്ചാന എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇംഗ്ലീഷിലാണെങ്കിൽ ക്യാപ്റ്റിവേറ്റിംഗ് എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെ അത്രയും നന്നായിട്ടാണ് ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കാറുള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ മെമ്പറാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണ് എന്നുള്ളത് കൊണ്ട് കുട്ടി കുട്ടി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കാറുണ്ടെങ്കിലും ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന സമയത്ത് അതൊക്കെ എല്ലാവരും മറന്നുപോകും. അത്രയും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉണ്ടായിരിക്കുക. അത്രയും രസമായിട്ടാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുക എന്നാണ് പറയുന്നത്. അക്കോർഡിയൻ पर उसकी बजाई खूबसूरत धुनें हवाओं को थिरका देती थी. പിന്നീട് പറയുന്നത്, അപ്പോൾ ഇത്ര നേരം മെത്തേയോ ഏതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് വായിക്കുന്നത്? അക്കോർഡിയൻ ആണ് വായിക്കുന്നത്. അതിവിടെ താഴെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. മെത്തേയോനെയും വരച്ചിട്ടുണ്ട്, മെത്തേയോന്റെ കയ്യിൽ അക്കോർഡിയനും വരച്ചിട്ടുണ്ട്. ഉസ്കി ബജായി ഖൂബ്സൂരത് ധുനെ, ഈ അക്കോർഡിയനിൽ മെത്തേയോ വായിക്കുന്ന വളരെ സൗന്ദര്യമുള്ള ധുൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂൺസ് എന്നാണ്, ട്യൂണിനെയാണ് പറയുന്നത്. ഹവാവു കു ഥിർക്കാ ദേത്തി ഥി, അതായത് കാറ്റിനെ പോലും നൃത്തം വെപ്പിക്കുന്ന രീതിയിലുള്ള അത്രയും രസമുള്ള മ്യൂസിക്കാണ് മെത്തേയോ ഈ അക്കോർഡിയനിൽ വായിക്കുന്നത് എന്നാണ് പറയുന്നത്. ഥിരക്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് കളിക്കുക, നൃത്തം ചെയ്യണേനാണ് പറയുന്നത്. ദിൻ മേ ഹം ജഹാ സെ ബി ഗുസർത്തെ ലോഗ് ഹമേ ഷോ കാ ന്യോത്ത ദേത്തെ ഥേ, അതായത് ഡേ ടൈമിൽ ഇവര് ജഹാ സെ ബി ഗുസർത്തെ, എവിടെ കൂടെയൊക്കെയാണോ കടന്നു പോകുന്നത്, ലോഗ് ഹമേ ഷോ കാ ന്യോത്ത ദേത്തെ ഥേ, ആളുകൾ ഇവരെ ഷോസിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു, ക്ഷണിക്കുമായിരുന്നു. ന്യോത്ത ദേത്തെ ഥേ എന്ന് വെച്ചാൽ അതാണ്, ക്ഷണിക്കുമായിരുന്നു. एक महिला ने अपनी ബാൽക്കണി पर आकर कहा कि वे चल नहीं सकती है. അപ്പോൾ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബാൽക്കണിയിൽ വന്നിട്ട് പറഞ്ഞു कि वे चल नहीं सकती है, എന്താണ്, എനിക്ക് നടക്കാനായിട്ട് സാധിക്കില്ല എന്ന്. इसलिए
नहीं आ पाएंगी, അതുകൊണ്ട് ഷോ കാണാനായിട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. यह सुनकर മെത്തേയോ ने वहीं खड़े होकर उनके लिए പെർഫോം किया. അപ്പോൾ ഇത് കേട്ടപ്പോൾ മെത്തേയോ അവിടെ തന്നെ നിന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട്, ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പെർഫോം ചെയ്തു. मैं जैतून के एक पेड़ के नीचे बड़े से कैनवास पर चित्र बना रहा था. ഞാനാണെന്നുണ്ടെങ്കിൽ ജത്തൂൻ്റെ, അതായത് ഒരു ഒലിവ് ട്രീയുടെ താഴെ ഇരുന്നിട്ട് एक बड़े से कैनवास पर, ഒരു വലിയ ക്യാൻവാസിലെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റേജ് ബി വഹി था जहाँ പെർഫോമൻസ് हो रहे थे. സ്റ്റേജും പെർഫോമൻസ് നടക്കുന്ന അതേ സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. अपने पसंदीदा पेड़ के नीचे बैठ मैं बड़ा खुश था. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള, പസന്ദീദ എന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു മരത്തിൻ്റെ താഴെ ഇരുന്നപ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. मैं बड़ा खुश था, ഞാൻ വളരെയധികം സന്തോഷവാനായിരുന്നു. मुझे जैतून की पत्तियाँ बहुत सुंदर लगती है. എനിക്ക് ഈ ഒലിവ് ട്രീസിൻ്റെ ഇലകൾ നല്ല ഭംഗിയുള്ളതായിട്ടാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പം ഇവരുടെ ഈ തിയേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂവിങ് തിയേറ്റർ എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലല്ല ഇവർ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഒരു വ്യത്യാസമുള്ളത്. സ്റ്റേജൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അവർ ഒരു ടൗണിൽ നിന്ന് മറ്റൊരു ടൗണിലേക്ക്, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ലൊക്കേഷനിലല്ല, സ്ഥിരമായിട്ട് ഒരു ലൊക്കേഷനിലല്ല അവർ പെർഫോം ചെയ്യുക. അതാണ് ഇവരുടെ തിയേറ്ററും മറ്റ് തിയേറ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. मैंने उस शहर के चर्चों को उल्टा बनाया अपने पेन की तरह. ഞാൻ ആ പട്ടണത്തിലെ ചേർച്ചസ് ഒക്കെ തല തിരിച്ചാണ് വരച്ചിട്ടുണ്ടായിരുന്നത്, എൻ്റെ പെൻ പോലെ എന്നാണ് പറയുന്നത്. मैं यह बना ही रहा था कि कैथरीना गाते गाते रोने लगी. അപ്പം അദ്ദേഹം ഈ പിക്ചർ ഇങ്ങനെ വരച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ കാത്രീന പാട്ട് പാടി പാടി അങ്ങനെ കരയാനായിട്ട് തുടങ്ങി. റോന എന്ന് വെച്ചാൽ എന്താണ്? കരയുക. ഗാന ഗാത്തെ ഗാത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ. उसी समय जैतून के कुछ पत्ते मेरी स्केच बुक पर गिरे. ആ സമയത്ത് ഈ ഒലിവ് ട്രീസിൽ നിന്ന് കുറച്ച് ഇലകൾ എൻ്റെ സ്കെച്ച് ബുക്കിൽ വീണു. മുझे वो आंसू की तरह लगे. എനിക്ക് അത് ആസു, കണ്ണുനീര് പോലെയാണ് തോന്നിയത്. हमारा पिछला परफॉर्मेंस अच्छा नहीं हुआ था. ഞങ്ങളുടെ തൊട്ട് മുൻപത്തെ പെർഫോമൻസ് അത്ര നന്നായിരുന്നില്ല. പിച്ചില എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുൻപത്തെ, അഗ്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത്, അത് ഓപ്പോസിറ്റ് ആണ്. ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ഹം സബ് തനാവ് മേഥേ. ഞങ്ങളെല്ലാവരും, തനാവ് എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും നല്ല സ്ട്രെസ്ഡ് ആയിരുന്നു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നു. पर आज जैसे ही कुर्दिस्तान के अशिद और ईरान के मेहंदी ने साज बजाते हुए गाना शुरू किया तो सब मजे से उनके आसपास नाचने लगे. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് അത്ര നന്നായിരുന്നില്ല, പക്ഷെ ഇന്ന് കുർദിസ്ഥാനിൽ നിന്നുള്ള അഷിദും അതുപോലെ തന്നെ ഇറാനിൽ നിന്നുള്ള മെഹന്തിയും, സാസ് എന്ന് പറഞ്ഞ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, അത് കൊട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അത് വായിച്ചുകൊണ്ട് പാടാനായിട്ട് തുടങ്ങിയപ്പോഴും എല്ലാ ആളുകളും മസേ സെ ഉൻകെ ആസ്പാസ്, സന്തോഷത്തോടു കൂടി അത് എൻജോയ് ചെയ്തിട്ട് അവരുടെ ആസ്പാസ്, അവരുടെ ചുറ്റും നാച്നെ ലഗെ, നൃത്തം വെക്കാനായിട്ട് തുടങ്ങി, ഡാൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. അച്ചാനക് ലഗ ജൈസെ ഹം കിസി ധാഗെ സെ ബന്ധേ ഹുए हैं. അച്ചാനക്, പെട്ടെന്ന്, ലഗ തോന്നി, ജൈസെ ഹം കിസി ധാഗെ സെ ബന്ധേ ഹുए हैं, ഞങ്ങളെല്ലാവരും ഏതോ ഒരു ധാഗ എന്ന് വെച്ചൊരു നൂല് വെച്ച് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് തോന്നി പെട്ടെന്ന്. ലഗ ജൈസെ ഹം ജൈതൂൻ കി പത്തിയോ സെ സർസറാ രഹേ ഹെ. അപ്പം അദ്ദേഹത്തിന് തോന്നിയത് അവരെല്ലാവരും ഈ ഒലിവ് ട്രീസിലെ ഇലകൾ കിടന്ന് കാറ്റിലിങ്ങനെ ആടുന്നത് പോലെ, അപ്പോൾ ഒരു ശബ്ദം ഉണ്ടായിരിക്കില്ലേ ഇളകുമ്പോൾ, ആ ശബ്ദം പോലെ അതിലെ ഇലകൾ കാറ്റിലിങ്ങനെ ആടുന്നത് പോലെ ഇവരെല്ലാവരും ഈ രണ്ട് സിംഗേഴ്സിൻ്റെ ചുറ്റും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. അപ്പം അതൊരു ഇങ്ങനെ കാവ്യാത്മകമായിട്ടുള്ളൊരു പ്രയോഗമാണ്. സർസറാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകൾ കാറ്റത്തുണ്ടാക്കുന്ന ആ സൗണ്ടിനെയാണ് പറയുക സാധാരണയായിട്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെയാണ് ആളുകൾ ആ സിംഗേഴ്സിൻ്റെ ചുറ്റും സന്തോഷത്തോട് കൂടിയിട്ട് ഉണ്ടായിരുന്നത് എന്നാണ്. അപ്പോൾ ഈ ഒരു യാത്രാവിവരണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം വിവരിക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പിക്ചേഴ്സും തൊട്ടടുത്ത് അല്ലെങ്കിൽ താഴെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാളുകൾ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചുറ്റുമുള്ള ആളുകളൊക്കെ അവരിലേക്ക് ഒരു നൂലാൽ ബന്ധിക്കപ്പെട്ടതുപോലെ
തോന്നി എന്ന് പറയുമ്പോൾ അതുപോലത്തെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുറേ ഇലകൾ ഇങ്ങനെ പറക്കുന്നത് കാണിക്കുന്നുണ്ട്, നൂല് പോലെ എന്തോ ഈ രണ്ട് വ്യക്തികളെ ചുറ്റിയിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഹമാര ആഖ്രി പെർഫോമൻസ് കോഡ്വാഡോ നാം കെ ഏക് കമ്മ്യൂൺ കെ ഏക് കിലേ മേ ഹുവ. അപ്പോൾ ഇവരുടെ ആഖ്രി എന്ന് വെച്ചാൽ ഇവരുടെ അവസാനത്തെ പെർഫോമൻസ് കോഡ്വാഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂൺ കെ കിലേ മേ ഹുവ. ഒരു കമ്മ്യൂൺ എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു സമൂഹം, അതിൻ്റെ കില എന്ന് വെച്ചാൽ കോട്ടയിലാണ് ഉണ്ടായിരുന്നത്. वहाँ जाकर मुझे पता चला कि ഫിയക്കോ के असली मालिक का नाम എൽഫി था. അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹം അറിഞ്ഞത്, റൈറ്റർ അറിഞ്ഞത്, എന്ത് ഫിയക്കോയിൻ്റെ ഒറിജിനൽ മാലിക്, അസ്ലി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആയിട്ടുള്ള മാലിക് ഓണർ ക നാം എൽഫി ഥ. അപ്പം ഫിയക്കോന്റെ ഒറിജിനൽ ഓണർ ആയിട്ടുള്ള വ്യക്തിയുടെ പേര് എൽഫി എന്നാണ് എന്ന് അദ്ദേഹത്തിന് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. ഉൻകെ ബാദ് അബ് ഉൻക ബേട്ട എലിയ. നോക്കൂ എന്തോരം പേരുകളാണ് വരുന്നത്. എൽഫി എന്ന് പറയുന്ന ആളാണ് ഒറിജിനൽ ഓണർ ഫിയക്കോന്റെ. ഇപ്പൊ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഏലിയ ആണ് ഉസ്ക ഖ്യാൽ റക്ത ഹെ. ഈ ഫിയക്കോനെ നോക്കുന്നതൊക്കെ, അതിനെ കെയർ ചെയ്യുന്നത്, ഖ്യാൽ റക്ന എന്ന് വെച്ചാൽ അതാണ്. ഏലിയ സമേത് സബി ലോഗ് ബഗീച്ചെ മേ ചലേ ഗയേ. ഏലിയ ഉൾപ്പെടെ എല്ലാ വ്യക്തികളും എന്താണ് ബഗീച്ചെ മേ ചലേ ഗയേ. ബഗീച്ച എന്ന് വെച്ചാൽ ഗാർഡൻ, ഗാർഡനിലേക്ക് പോയി. വഹാ ബീച്ച് മേ എക് പേഡ് ഥ. അപ്പോൾ ഈ ഗാർഡന്റെ സെന്ററിലായിട്ട്, ബീച്ച് മേ എന്ന് വെച്ചാൽ നടുക്ക്, ഒരു പേഡ്, ഒരു മരം ഉണ്ടായിരുന്നു. മുജെ ഇറ്റാലിയൻ തോടി ബൊഹത് ഹി ആത്തി ഹെ. അപ്പോൾ ഇദ്ദേഹത്തിന് ഇറ്റാലിയൻ വളരെ കുറച്ച് മാത്രമേ അറിയുള്ളൂ. തോടി ബൊഹത് എന്ന് വെച്ചാൽ വളരെ കുറച്ച് അറിയുള്ളൂ. വഹാ ലോഗ് കുച്ച് ഗംഭീർ ബാത് കർത്തെ ദിഖ് രഹേ ഥേ. അവിടുത്തെ ആളുകൾ എന്തോ ഒരു ഗംഭീർ ബാത്ത് എന്ന് വെച്ചാൽ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. ഇറ്റാലിയൻ അത്ര നന്നായിട്ട് അറിയാത്തതുകൊണ്ട് എന്താ പറയണമെന്ന് മനസ്സിലായില്ല. മുझे कुछ समझ नहीं आ रहा था उस वक्त किसी से पूछना ठीक भी नहीं लगा. അദ്ദേഹത്തിന് ഒന്നും समझ में नहीं आ रहा था എന്ന് വെച്ചാൽ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഉസ് വക്ത് ആ സമയത്ത് കിസി സെ പൂച്ച്ന ആരോടെങ്കിലും ചോദിക്കുക എന്ന് പറയുന്നത് ठीक भी नहीं लगा ശരിയായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല. സോ मैं चुपचाप खड़ा रहा. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാതെ അവിടെ നിന്നു. पहले तो उस पेड़ का चित्र बनाने का मेरा मन नहीं था. ആദ്യം ആ ഒരു മരത്തിന്റെ ചിത്രം വരയ്ക്കാനായിട്ട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, എനിക്ക് മനസ്സ് വന്നില്ല എന്നാണ് പറയുന്നത്. പെഹലെ എന്ന് വെച്ചാൽ ആദ്യം, മൻ നഹി ഥ എന്ന് വെച്ചാൽ താല്പര്യം ഉണ്ടായിരുന്നില്ല, ഇൻട്രസ്റ്റ് തോന്നിയില്ല. മുझे वो कुछ खास नहीं लगा था. അപ്പോൾ എനിക്ക് അത് അത്ര സ്പെഷ്യൽ ആയിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഖാസ് എന്ന് പറഞ്ഞാൽ അതാണ്. बाद में पता चला कि वह पेड़ उस जगह के मालिक ने एल्फी की याद में लगाया था. പിന്നെയാണ് മനസ്സിലായത് ആ മരം അവിടുത്തെ ഓണർ എന്താണ് എൽഫിയുടെ ഓർമ്മയ്ക്കായിട്ട് വെച്ചതായിരുന്നു എന്ന്. എൽഫിക്കോ ഫിയക്കോ ബുരി ഹാലത് മേ മിലാ ഥ. അപ്പം എൽഫിക്ക് ഫിയക്കോനെ വളരെ മോശം അവസ്ഥയിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബുരി ഹാലത്ത് എന്ന് വെച്ചാൽ, ഹാലത്ത് എന്ന് വെച്ചാൽ അവസ്ഥ, ബുരി എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള. അപ്പോൾ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് ഫിയക്കോനെ എൽഫിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എൽഫിനെ ഉസ്കി ബഡി തിമാർദാരി കർ ഉസെ തന്ദ്രുസ്ത് കിയ. തിമാർദാരി കർന്ന് വെച്ചാൽ പരിപാലിക്കുക. അപ്പോൾ എൽഫി ഒരുപാട് കാലം പരിപാലിച്ചിട്ടാണ് ഈ ഫിയക്കോനെ തന്ദ്രുസ്താക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആക്കി എടുത്തത്, ആരോഗ്യമുള്ള ഒരു കഴുതയാക്കി മാറ്റിയത് എൽഫിയാണ് ഈ ഫിയക്കോനെ. അബ് ഫിയക്കോ 14 സാൽ കാ ഹെ. ഇപ്പോൾ ഫിയക്കോന് 14 വയസ്സായി. 14 എന്ന് പറഞ്ഞാൽ 14, സാൽ കാ ഹെ എന്ന് പറഞ്ഞാൽ 14 വയസ്സായി. मैं उस पेड़ का चित्र बनाने लगा. ഞാൻ ആ മരത്തിന്റെ ചിത്രം വരയ്ക്കാനായിട്ട് തുടങ്ങി. തബി ഫിയക്കോ घूमता हुआ उस पेड़ के सामने आ गया. ആ സമയത്താണ് ഫിയക്കോ घूमता हुआ കറങ്ങിയിട്ട് എന്ത് ചെയ്തത്, ഈ മരത്തിന്റെ സാമനെ ഫ്രണ്ടിലായിട്ട് വന്ന് നിന്നത്. मैंने उसे चित्र में शामिल कर लिया. ഷാമിൽ കർണാന്ന് വെച്ചാൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഞാൻ ഫിയക്കോനെയും ഈ ഒരു ചിത്രത്തിൽ ഉൾപ്പെടുത്തി. പത്തിയ ബനാനെ ലഗ തോ ഹൽക്കി ഹൽക്കി ബാരിഷ് ഹോനെ ലഗി. അങ്ങനെ ഇലകൾ, പത്തിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകൾ വരയ്ക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഹൽക്കി ഹൽക്കി എന്ന് വെച്ചാൽ ലൈറ്റായിട്ട് ബാരിഷ് ഹോനെ ലഗി, മഴ പെയ്യാനായിട്ട് തുടങ്ങി. മാനെ സ്കെച്ച് ബുക്ക് കോ ഖുല ഛോഡ് ദിയ പത്തേ നഹി ബനായെ. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്, സ്കെച്ച് ബുക്ക് ഖുല ഛോഡ് ദിയ, ഓപ്പൺ ആയിട്ട് അങ്ങനെ തന്നെ വെച്ചു. അതില് എന്ത് ചെയ്തില്ല, പത്തേ നഹി ബനായെ, എന്താ ഇലകൾ വരച്ചില്ല. ബാരിഷ് നെ ജോ പത്തേ ബനായെ വഹി ഇസ് ചിത്രമേ ഹെ. അപ്പോൾ ആ മഴ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഇലകളാണ് ഈ ചിത്രത്തിൽ ഇപ്പോൾ ഉള്ളത്. വോ ഏകദം ജാദുയി പൽ ഥ. അപ്പം
ആ ഒരു നിമിഷം എന്ന് പറയുന്നത് വളരെ മാജിക്കൽ ആയിട്ടുള്ള ഒരു നിമിഷമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. ജാദുയി എന്ന് വെച്ചാൽ മാജിക്കൽ ആയിട്ടുള്ള, പൽ എന്ന് വെച്ചാൽ നിമിഷം. മാനെ ऐसा ചിത്ര പെഹലെ കബി നഹി ബനായാ ഥാ. ഞാൻ ഇങ്ങനത്തെ ഒരു ചിത്രം ജീവിതത്തിൽ ഒരിക്കലും മുൻപ് വരച്ചിട്ടില്ല. ഇസ് ചിത്ര കോ ഹമാരി പൂരി യാത്ര കി ഇംതിഹാ കി തര മാനിയേ. അപ്പം ഈ ഒരു ചിത്രത്തിനെ ഞങ്ങളുടെ ഈ മുഴുവൻ യാത്രയുടെയും, ഇംതിഹാൻ എന്ന് വെച്ചാൽ അവസാനം, അപ്പോൾ ഇവരുടെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഈ ഒരു യാത്രയുടെ അവസാനമായിട്ട് ഈ ഒരു പിക്ചറിനെ കണക്കാക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ആ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിയക്കോനെ കാണാം, ആ മരം കാണാം, അതിന്റെ ചില്ലകൾ കാണാം. പക്ഷെ അതിന് അദ്ദേഹം ഇലകൾ വരച്ചിട്ടില്ല. ഇത് ആ സ്കെച്ച് ബുക്ക് ഓപ്പൺ ആയിരുന്ന സമയത്ത് മഴത്തുള്ളികൾ വീണിട്ടാണ് ഇങ്ങനെ ഇല പോലെയുള്ള ഒരു ഇഫക്റ്റ് ആ പിക്ചറിൽ വന്നിട്ടുള്ളത്. അതാണ് ആ പിക്ചറിന്റെ പ്രത്യേകതയും. അദ്ദേഹം ഇതുപോലെ ഒരു പിക്ചർ മുൻപ് വരച്ചിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഉസ് ഷാം കാ പെർഫോമൻസ് ജബർദസ്ത്. അപ്പോൾ അന്നത്തെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ജബർദസ്ത് എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളിയായിരുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. സബ് ഖുഷ് ഥേ, എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. ഇസ് യാത്ര ഹമേ ഇത്തനെ പ്യാരെ ദോസ്ത് ദിയേ ഥേ. അപ്പോൾ ഈ ഒരു യാത്രയിൽ അദ്ദേഹത്തിന് ഇത്രയും പ്രിയപ്പെട്ട ഒരുപാട്, ഇത്രയും സ്നേഹമുള്ള ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. ഈ യാത്രയാണ് അത്രയും ഫ്രണ്ട്സിനെ അദ്ദേഹത്തിന് കൊടുത്തത്, അദ്ദേഹത്തിന് സമ്മാനിച്ചത്, അല്ലെ? ഇത്തനെ പ്യാരെ ദോസ്ത് എന്ന് വെച്ചാൽ ഇത്രയും ലവബിൾ ആയിട്ടുള്ള, ഇത്രയും സ്നേഹിക്കുന്ന വ്യക്തികളെ അദ്ദേഹത്തിന് സമ്മാനിച്ചത് ഈ യാത്രയാണ്. ഹംനെ ജാനാ കി സബ് മിൽക്കർ അഗർ വോ करे जिसमें उनका दिल धड़कता है और उसे लोगों से साझा करते चले तो दुनिया कितनी खूबसूरत हो जाती है. हमने जाना, ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങൾ മനസ്സിലാക്കി. കി സബ് മിൽക്കർ അഗർ വോ करे, എല്ലാരും കൂടി ചേർന്നിട്ട് ആ കാര്യം ചെയ്താൽ, ജിസ്മേ ഏതിലാണോ, ഉൻക ദിൽ ധടക്ത ഹെ അവരുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്, അതായത് അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്താൽ, ഓർ ഉസെ ലോഗോ സെ സാജാ കർത്തേ ചലെ. ലോഗോ സെ സാജാ കർത്തേ ചലെ എന്ന് വെച്ചാൽ മറ്റു വ്യക്തികളുമായിട്ട് പങ്കിട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, तो दुनिया कितनी खूबसूरत हो जाती है. അപ്പോൾ ലോകം എത്ര മനോഹരമാണ് എന്ന്. ഖൂബ്സൂരത്ത് എന്ന് വെച്ചാൽ മനോഹരം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. അപ്പം അത് കുറച്ചിങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരേ ഇഷ്ടങ്ങളുള്ള ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കൂടി ചേർന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസസ്, അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങളൊക്കെ പരസ്പരം പങ്കിട്ടിട്ട് മുന്നോട്ട് പോവുകയും ആണെങ്കിൽ ഈ ലോകം എത്ര മനോഹരമാണ് എന്ന് ഓരോരുത്തർക്കും തോന്നും. അല്ലെങ്കിൽ ആ രീതിയിലെ ലോകം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ലോകം മനോഹരമാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ് യാത്ര സേ മുജ്മേ കൈ ബദ്ലാവ് ആയേ ഹെ. ഈ ഒരു യാത്ര ചെയ്തതുകൊണ്ട് മുജ്മേ എന്നില് കൈ ബദ്ലാവ് ആയേ ഹെ, ഒരുപാട് ബദ്ലാവ് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മേരാ യക്കീൻ ബടാ ഹെ കി ജോ ചീസ് മുझे പസന്ദ് ഹെ മുझे വഹി കർത്തേ രഹനാ ചാഹിയേ. മേരാ യക്കീൻ ബടാ ഹെ എന്ന് വെച്ചാൽ യക്കീൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം. അപ്പം എന്റെ വിശ്വാസം കൂടി. കി ജോ ചീസ് മുझे പസന്ദ് ഹെ, എനിക്ക് എന്ത് കാര്യമാണോ ഇഷ്ടമുള്ളത്, മുझे വഹി കർത്തേ രഹനാ ചാഹിയേ, ഞാൻ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിശ്വാസം എന്നിൽ കൂടി എന്നാണ് അദ്ദേഹം പറയുന്നത്. ജോ ചീസ് എന്ന് വെച്ചാൽ എന്ത് കാര്യമാണോ. സാധാരണയിൽ നമ്മൾ ചീസ് എന്ന് പറയുക ഒരു സാധനത്തിനെയാണ്, പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ത് കാര്യമാണോ. മുझे പസന്ദ് ഹെ, എനിക്ക് ഇഷ്ടമുള്ളത്, അത് തന്നെയാണ് ഞാൻ മുന്നോട്ടും ചെയ്യേണ്ടത് എന്നുള്ള ഒരു വിശ്വാസം എന്നിൽ കൂടി എന്നാണ് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് റൈറ്ററിനെ കുറിച്ച് നോക്കാം. റൈറ്ററിന്റെ പേരെന്താണ്? എലൻ ഷോ. एलन शो बर्लिन में रहने वाले भारतीय कलाकार, चित्रकार, एनिमेटर और कहानीकार है. എലൻ ഷോ ബെർലിനിൽ താമസിക്കുന്ന, രഹനെ വാലെ എന്ന് വെച്ചാൽ ബെർലിനിൽ താമസിക്കുന്ന ഭാരതീയ കലാകാർ, ചിത്രകാർ, ആനിമേറ്റർ ഓർ കഹാനിക്കാർ ഹെ. ഭാരതീയനായിട്ടുള്ള ഒരു കലാകാരൻ, ചിത്രകാരൻ, ആനിമേറ്റർ, അതുപോലെ തന്നെ കഹാനിക്കാർ എന്ന് വെച്ചാൽ കഥാകൃത്താണ്. ഉൻകാ ജന്മ 1973 को ബീഹാർ में हुआ था. അദ്ദേഹം ജനിച്ചത് 1973 ബീഹാറിലാണ്. उन्होंने नेशनल इंस्टीट्यूट ऑफ डिजाइन अहमदाबाद से एनिमेशन फिल्म मेकिंग में विशेषज्ञता के साथ संचार ഡിസൈൻ की पढ़ाई की है. അദ്ദേഹം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദിൽ നിന്നും ആനിമേഷൻ ഫിലിം മേക്കിംഗ് എന്നുള്ള സ്പെഷ്യലൈസേഷനോട് കൂടിയിട്ട് സഞ്ചാർ ഡിസൈൻ, അതായത് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ
എന്നുള്ള കോഴ്സാണ് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തത്. വേ 25 से ज्यादा सालों से अपने जीवन को स्केच बुक में रिकॉर्ड कर रहे हैं. അദ്ദേഹം 25 വർഷത്തിൽ കൂടുതലായിട്ട് തന്റെ ജീവിതം സ്കെച്ച് ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. उनको बच्चों के लिए चित्र बनाना और यात्रा करना बहुत पसंद है. അദ്ദേഹത്തിന് കുട്ടികൾക്കായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാനും അതുപോലെ തന്നെ യാത്രകൾ ചെയ്യാനും ഒരുപാട് ഇഷ്ടമാണ്. എലൻ ഷോന്റെ ഒരു പിക്ചറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.